ജന്മത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല. ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ ഫ്യൂച്ചർ എക്സ് ഹസ്ബൻഡ് അഖിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെയായാലും ആദിത്യ അതിലും ബെറ്റർ ആണ്. പക്ഷെ ആ ഇവന്റിന് ഇത് പോരെ കാർത്തിക. നമ്മളൊരു ഹൈ കോമ്പറ്റീഷനാണ് പോകുന്നത്. കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം. അഖിൽ, എന്തു പറ്റി? എന്നെ കൊണ്ട് പറ്റുന്നില്ല എടത്തി. എന്നെ കൊണ്ട് വരയ്ക്കാൻ കഴിയുന്നില്ല. അത് നിന്റെ തോന്നല അഖിൽ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ നല്ല ഡിസ്റ്റർബ്ഡ് ആയെടുത്തി. വീണ്ടും വീണ്ടും അവള് പറഞ്ഞ വാക്കുകൾ ഓർമ്മയിലേക്ക് വരുന്നേ. കുറച്ചു സമയം നിന്റെ മനസ്സിൽ നിന്നും കാർത്തികയുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്ക്. എന്നിട്ട് ജോലി ശ്രദ്ധിക്കാൻ നോക്ക്. കോൺസെൻട്രേറ്റ് ചെയ്യുക അഖിൽ. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എടത്തി, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിന്നെ കൊണ്ട് കഴിയും അഖിൽ, ഉറപ്പായിട്ടും കഴിയും. നിന്നെ കൊണ്ട് മാത്രമേ ഇത് പറ്റൂ. നീ ഒന്ന് ശ്രമിച്ചാ കഴിയാത്തതായിട്ട് ഒന്നുമില്ല നിനക്ക്. നീ നിന്നെ തന്നെ കുറച്ച് കാണരുത് അഖിൽ. നിന്നെ കൊണ്ട് പറ്റില്ലെന്ന് നീ തീരുമാനിക്കരുത്. നിന്നെ കൊണ്ട് കഴിയും എന്നുള്ള വിശ്വാസത്തോടു കൂടി നീ ഈ ജോലി ചെയ്യാൻ നോക്ക്. നിന്നെ നീ വിശ്വസിക്കുക അഖിൽ. നിന്റെ കഴിവ് എന്താന്ന് തെളിയിച്ച് കാണിക്ക്. നിന്നെ കൊണ്ട് പറ്റാത്തതൊന്നും ഇവിടെ ഇല്ല. ചെയ്തു തുടങ്ങ് അഖിൽ. നീ നിന്റെ ജോലി തുടങ്ങാൻ നോക്ക്. അഖിൽ, നിന്നെ കൊണ്ട് കഴിയും. കമോൺ അഖിൽ, അഖിൽ, നിന്നെ കൊണ്ട് പറ്റും. നിന്നെ കൊണ്ട് പറ്റും അഖിൽ, നോക്ക്. കമോൺ അഖിൽ, നിന്നെ കൊണ്ട് കഴിയും. കമോൺ അഖിൽ, ഡു ഇറ്റ്. നിന്നെ കൊണ്ട് കഴിയും. നിന്നെ നീ വിശ്വസിക്കുക. ധൈര്യമായിട്ട് വരയ്ക്ക്. നിന്നെ കൊണ്ട് കഴിയും. കമോൺ കമോൺ അഖിൽ, വരയ്ക്ക്. നിന്നെ കൊണ്ട് പറ്റും. നീ ഒന്ന് ചെയ്തു നോക്ക്. പറ്റും. നീ നിന്നെ കുറച്ച് കാണരുത്. യു ക്യാൻ. കമോൺ, ഡു ഇറ്റ്. ട്രൈ ചെയ്യ്. നിന്നെ കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ജോലി തുടങ്ങാൻ നോക്ക്. വരയ്ക്ക്. ട്രൈ. കമോൺ അഖിൽ, നിന്നെ കൊണ്ട് കഴിയൂടാ. യു ക്യാൻ ഡു ഇറ്റ്. ഒന്നിനും കൊള്ളാത്ത ഒരുത്തന്റെ ഭാര്യയായിട്ട് ഇരിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. നിന്നെ കൊണ്ട് പറ്റും അഖിൽ. കമോൺ, യു ക്യാൻ. ഈ ഡിസൈൻ ആദ്യത്തെ കാണിച്ച് ഇംപ്രസ് ചെയ്യിപ്പിക്കണം. ഗുഡ് ഡിസൈൻ, വളരെ നന്നായിട്ടുണ്ട്. പറഞ്ഞ കറക്ഷൻസ് ചെയ്തിട്ട് വന്നോളൂ. താങ്ക് യു സർ. കറക്ഷൻസ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ.
വാട്ട് ഈസ് ദിസ് ആദിത്യ? എന്നോട് ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് വരപ്പിച്ചത് എന്തിനാ? 2-3 വേർഷൻസ് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ കാർത്തിക. ഞാനാണ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞല്ലേ എന്നെ സെലക്ട് ചെയ്തേ. ഞാൻ വരയ്ക്കുന്ന ഡിസൈൻസ് അല്ലേ ഈവന്റ്സിന് പോകുന്നു പറഞ്ഞേ. ഞാനത് എങ്ങനെയാണ് വരച്ചെന്ന് പോലും നിങ്ങളിപ്പോ നോക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ജോലി ചെയ്യണം? എന്റെ ഫാമിലിയെ തള്ളി പറഞ്ഞിട്ടാ വന്നേ. ഞാൻ റിസൈൻ ചെയ്തേക്കാം ആദിത്യ. എന്നെ മാറ്റി നിർത്തി വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്റെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തോളൂ. അയ്യോ, ഇവളിവിടുന്ന് പോയ എങ്ങനെ ഞാൻ അബ്രാമിന് പണി കൊടുക്കുന്നേ? എങ്ങനെയും ഇവളെ പിടിച്ചു നിർത്തിയേ പറ്റൂ. എന്തിനാ കാർത്തിക ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒന്ന് ഇരിക്ക്, നീ വരച്ച ഡിസൈൻസ് ഒന്ന് കാണിക്കും. അയാളോട് നല്ലതെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ എന്റെ ഡിസൈൻസ് നോക്കുന്നേ? ഞാൻ പോവാ. കാർത്തിക ഇരിക്ക്, പ്ലീസ് ഒന്ന് ഇരിക്ക് കാർത്തിക. എന്നിട്ട് ഡിസൈൻസ് ഒന്ന് കാണിക്കേ. എവിടെ നോക്കട്ടെ. ഇവള് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ, നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വാവ്, വണ്ടർഫുൾ. വളരെ നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സത്യമാണോ പറയുന്നേ? യെസ്, ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഡിസൈൻസ് ആണ് വേണ്ടത്. സ്പോൺസേഴ്സ് ഇതുപോലത്തെ ഡിസൈൻസാ ചോദിക്കുന്നേ. കാർത്തിക പ്ലീസ് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷ്യൂർ. ഇത് ഫ്രണ്ട് സ്റ്റേജ് ആണ് ആദിത്യ. ഓക്കെ. ഇവിടെ ഗവർണർ ഇരിക്കും, ഇവിടെ CM ഇരിക്കും. ഈ റോയില് പഴയ മിനിസ്റ്റേഴ്സ്, ഈ റോയില് പുതിയതായി സെലക്ട് ചെയ്ത മിനിസ്റ്റേഴ്സ് ഇരിക്കും. സൂപ്പർബ്, എക്സലന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സത്യമാണോ ഏട്ടാ? അതെ അഖിൽ, നീ വരച്ച ഈ ഡിസൈനിൽ ഒരു ചേഞ്ചസിൻ്റെ ആവശ്യമില്ല. ഈ ഇവന്റ് നമുക്ക് തന്നെ കിട്ടും. ആസ് ഇറ്റ് ഈസ് ഇത് അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യാം. റിയലി ആദിത്യ? ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഷ്യൂർ. ഉറപ്പായും ഏട്ടാ, അങ്ങനെ തന്നെ ചെയ്യാം. താങ്ക് യു. ഞങ്ങളല്ലേ നിന്നോട് താങ്ക്സ് പറയേണ്ടത്. നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? ഇതിന് കാരണം വസുവേടത്തിയാ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ വരപ്പിച്ചെടുത്തത്. അതെ ആദിത്യ, എന്റെ മോട്ടിവേഷൻ നിങ്ങളാണ്. നിങ്ങളാ എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്. അതിന് ഞാനെന്താ ചെയ്ത്? നീയല്ലേ കഷ്ടപ്പെട്ട് ആലോചിച്ച് വരച്ച് തെളിയിച്ചത്. സ്പോൺസേഴ്സ് എന്നെ ഡിസൈൻ അപ്രൂവ് ചെയ്താൽ മാത്രമല്ലേ എടുത്തി ഞാൻ ജയിച്ചതായിട്ട് വരൂ. ഓഫ് കോഴ്സ്, സ്പോൺസേഴ്സിന് ഉറപ്പായിട്ട് നിന്റെ ഡിസൈൻസ് ഇഷ്ടപ്പെടും കാർത്തിക. അപ്പോ ഈവന്റ് നമുക്ക് തന്നെ കിട്ടുമല്ലേ ആദിത്യ? തീർച്ചയായും കിട്ടും അഖിൽ. നിന്റെ കഷ്ടപ്പാട് ഒരിക്കലും പാഴാവില്ല. ഈ ഈവന്റ് നമുക്ക് തന്നെ കിട്ടും. സംസ്കൃത ഈവൻസിന് നീ കാരണം വലിയൊരു പേരാടാ കിട്ടാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വീണ്ടും ടോപ്പ് ലിസ്റ്റിലേക്ക് വരാൻ പോവാണ്. അതിന്റെ ക്രെഡിറ്റ് മൊത്തം നിനക്കായിരിക്കും. നീ കാരണം നമ്മളിപ്പോൾ നമ്പർ 1 പൊസിഷനിലേക്ക് പോകാൻ പോവാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ആദിത്യ. താങ്ക് യു ഏടത്തി. താങ്ക് യു ഏട്ടാ. താങ്ക് യു വലിയേട്ടാ. ചെറിയച്ചൻ എന്റെ സൈഡാണോ അനുവിന്റെ സൈഡാണോ? ചെറിയച്ചൻ നമ്മുടെ രണ്ടുപേരുടെ സൈഡിലായിട്ടോ അല്ലേ ചെറിയച്ച? അതെ മോളെ, ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും സൈഡ് തന്നെയാ. നോക്കിക്കേ ചേച്ചി, ഇന്നലത്തേത് വെച്ച് നോക്കുമ്പോ ഇന്ന് അഖിലിന് ഒരുപാട് മാറ്റമുണ്ടല്ലേ? എല്ലാം നീയും വസുവും കാരണം അഭി. നിങ്ങൾ രണ്ടുപേരും അഖിലിനെ ഡിപ്രഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. അതെ വസു, ഇന്നലെ അഖിലിനെ കണ്ട് ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഇന്നവനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാ ക്രെഡിറ്റും വസുന്ധരയ്ക്കാണ് കേട്ടോ. അഖിലിന്
ഈവന്റ് ജോലി ഏൽപ്പിക്കാന്ന് വസുന്ധര എന്നോട് പറഞ്ഞത്. ഏട്ടൻ അഖിലിന്റെ പേരിൽ ടെൻഡർ കൊടുത്തിരിക്കുക. അഖിലിന്റെ മനസ്സിലൊരു കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അഖിലിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാ ഇന്ന് അഖിൽ ഇത്രയും സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഓഫീസിൽ വരച്ച ഡിസൈനെ കുറിച്ച് വീട്ടിലെല്ലാവരോടും പറയണം. ആദ്യത്തെ എന്നെ എന്തുമാത്രം പ്രശംസിച്ചു എന്നും പറയണം. എല്ലാവരും അസൂയപ്പെടും. അവരുടെ മുഖം വിളറുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കും. ഇന്നലെ കൈമറിച്ച് സൂസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഇന്നെന്താ എത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നേ? ഇന്നലെ അഖിലിന് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് കരഞ്ഞോണ്ടിരുന്നവര് ഇന്നെന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നേ? ഞാനറിയാതെ ഈ വീട്ടിൽ എന്താ നടക്കുന്നത്? എന്താ കോയിൻ എന്റെ ദേഹത്ത് എറിഞ്ഞത്? ഇല്ല ചെറിയമ്മേ, കോയിൻ അടിച്ചപ്പോ ചെറിയമ്മ ഇടയിൽ വന്നത്. ഞാൻ എങ്ങനെ കോയിന്റെ കുറുകെ വരും? ചെറിയച്ഛൻ കറക്റ്റായിട്ട് കോയിൻ അടിക്കുന്ന സമയത്താ ചെറിയമ്മ കുറുകെ വന്നത്. സൂപ്പർ ആൻസർ അനു, എക്സലന്റ് ഉണ്ണി. ഇനി മുതൽ നിങ്ങൾ ഇങ്ങനെ വേണം ഉത്തരം പറയേണ്ടത്. ആരെയും പേടിക്കാൻ പാടില്ല. വസുവെടുത്തി എന്താ മാഡം? ഉണ്ണിയെ അനുണ്ണി നോക്കിക്കേ, എന്നെ എതിർത്ത് സംസാരിക്കുകയാണ്. എന്താ പറഞ്ഞത്? അഖിൽ കോയിൻ അടിച്ചപ്പോ നീ അതിനിടയിൽ വന്നതാണോ? കോയിൻ നിന്റെ ശരീരത്തിൽ കൊണ്ടില്ല, നീയാണ് വന്ന് കോയിനിൽ തട്ടിയെന്നാണോ പറയുന്നേ? ഈ വീട്ടിൽ എന്താ നടക്കുന്ന ആന്റി? ഇതുവരെ എല്ലാവരും സാഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്താ എല്ലാവരും സന്തോഷത്തിലായത്? എന്തു പറയാനാ, അഖിൽ ഇന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഏതോ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ട ഡിസൈൻസ് അഖിലിനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിച്ചായിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ട് ഇത്രേ. അതുകൊണ്ടാ എല്ലാരും സന്തോഷായിട്ടിരിക്കുന്നത്. ആ ഈവന്റിന്റെ ഡിസൈന് അഖിൽ വരച്ചെന്നോ? അപ്പോ ആ ഇവന്റിനെ കുറിച്ച് നിനക്കും അറിയായിരുന്നോ? എന്റെ ഓഫീസിൽ ഞാനും സെയിം ഈവന്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിരുന്നു. നാളെ ഏതോ സ്പോൺസേഴ്സ് മീറ്റിംഗ് ഉണ്ട് ഇത്രേ. അഖില് വരച്ച ഡിസൈൻസ് സ്പോൺസേഴ്സിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഇവന്റ് ഇവർക്ക് കിട്ടുമെന്നാ കേട്ടത്. ഇല്ല, ആ ഈവന്റ് ഞങ്ങൾക്ക് എന്നെ കിട്ടണം. ആരുടെ ഡിസൈൻസ് ആണോ നല്ലത് അവർക്കല്ലേ സ്പോൺസർ കിട്ടൂ. അഖിൽ എന്നെക്കാളും ഭംഗിയായിട്ട് ഈവന്റ് ഡിസൈൻ ചെയ്തോ? എനിക്കറിയില്ല. ഡിസൈൻസ് അവിടെ കാണും, പോയി നോക്ക്. ചെല്ല്. എന്താ കണ്ടിട്ട് അതിശയം തോന്നുന്നോ? ഇത് അഖിൽ തന്നെയാണോ വരച്ചത്? എന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ വിശ്വസിക്കില്ല. ഇത് അഖിലല്ല ഡിസൈൻ ചെയ്തത്. നീ അതിനെന്നാ എന്നെ വിശ്വസിച്ചിട്ടുള്ള? ഇന്നലെ വരെ നീ ഡള്ളായിരുന്നു, പിന്നെ എങ്ങനെയാ ഈ ഡിസൈൻ വരച്ചത്? ഞാൻ ഡള്ളാവാൻ തന്നെ കാരണം നീ അടി. പിന്നെ ഞാൻ ആക്റ്റീവായത് എങ്ങനെയെന്ന് വെച്ചാ എന്റെ ഏട്ടന്മാരും ഏട്ടത്തിമാരും കാരണോ. വസു അബിയും അഖിലിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി അവനെ കൊണ്ട് ഡിസൈൻ വരപ്പിച്ചതാ. അത് അഖിൽ ഡിസൈൻ ചെയ്തത് തന്നെയാ. എടുത്തി അത് ഭദ്രോട്ട് എടുത്ത് മാറ്റി വെക്ക്. ഇവളെങ്ങാനും കണ്ണു വെച്ചാ അത് മൊത്തം നാശമാവും. സത്യമാണ് വസു,
ആ ഡിസൈൻ എടുത്തുകൊണ്ടുപോയി ദൃഷ്ടി ഒഴിഞ്ഞ് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്ക്. കണ്ടവരുടെ കണ്ണ് പെട്ട എല്ലാം ഇല്ലാതായി പോവും. പക്ഷെ ഞാൻ ഇതിനേക്കാളും നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എവിടെ? സ്വപ്നത്തിലാ? ഇല്ല, എന്റെ ഓഫീസില്. അതെന്താണെന്ന് നാളെ നിങ്ങൾ കാണും. ആ സമയത്തിന് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത് കാർത്തിക. നമ്മുടെ കമ്പനി വേണ്ടാന്ന് പറഞ്ഞ് ആ കമ്പനിയിൽ എന്തിനാണ് പോയതെന്നോർത്ത് എന്താ വസുന്ധരെ അഖിൽ വരച്ച പേപ്പറിൽ കറുത്ത പൊട്ടു വയ്ക്കുന്ന? പേപ്പേഴ്സ് അല്ല ഏട്ടാ, അഖിൽ വരച്ച ഈ ഡിസൈനില് ദൃഷ്ടിപ്പൊട്ട് വെക്കുമായിരുന്നു ഞാൻ. എന്തിനു വേണ്ടി? അഖിൽ ഈ ഡിസൈൻസ് വളരെ ഭംഗിയോടും ആത്മാർത്ഥതയോടെയും വരച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ എന്റെ ദൃഷ്ടി വീഴുന്ന എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് നന്നായിട്ട് വരച്ചിട്ടുണ്ട്. ഈ ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ല കാര്യം. നാളെ നമ്മുടെ സ്പോൺസേഴ്സിന് ഇഷ്ടപ്പെടണം. അതെ ഏട്ടാ, സ്പോൺസേഴ്സിന് ഇഷ്ടപ്പെട്ട ഈ ഇവന്റ് നമുക്ക് തന്നെ കിട്ടും. അവൻ കാരണം ഇവന്റ് കിട്ടിയതെന്ന് അവൻ ഓർക്കുമ്പോൾ അവന് സന്തോഷം തോന്നും. അവന്റെ ഡിപ്രഷനൊക്കെ ഉറപ്പായിട്ട് മാറും. ഈ സക്സസോട് കൂടി അഖിലിന്റെ ഉള്ളിൽ പുതിയൊരു മാറ്റം ഉണ്ടാവും ഏട്ടാ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്പോൺസേഴ്സിന് നാളെ ഈ ഡിസൈൻ ഇഷ്ടപ്പെടണം. താൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയല്ലേ, അപ്പോൾ തീർച്ചയായിട്ടും നടക്കും. തൻ്റെ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും എല്ലാം ഫലം കിട്ടും. ഏട്ടനും ദൃഷ്ടിപ്പൊട്ട് വെക്കേണ്ടതാ. എനിക്കെന്തിനാ? ഏട്ടനും നന്നായിട്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാ. ഏട്ടൻ നന്നായിരുന്നാ നമ്മുടെ ഫാമിലി മുഴുവനും നന്നായിരിക്കും. നിക്ക്, എപ്പോ നോക്കിയാലും ഞാൻ നന്നായിരിക്കണം, അഖിൽ നന്നായിരിക്കണം, ഭാസ്കരേട്ടൻ നന്നായിരിക്കണം, ഏട്ടത്തി നന്നായിരിക്കണം, കുട്ടികൾ നന്നായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നതല്ലാതെ ഒരിക്കലും താൻ തന്നെ പറ്റി ചിന്തിക്കില്ലേ? എന്നെ കുറിച്ച് ആലോചിക്കാൻ എന്തിരിക്കുന്നു? തനിക്കും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ കാണില്ലേ? അതിനെപ്പറ്റിയൊന്നും ഒരിക്കലും താൻ ചിന്തിക്കില്ലേ? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരാഗ്രഹവും ഇല്ല ഏട്ടാ. ഉണ്ണിയും അനുവും കീർത്തിയും അവർ നന്നായിട്ട് പഠിക്കണം, അവർ വലിയ നിലയിലാകണമെന്ന് എനിക്ക് എന്തുമാത്രം ആഗ്രഹമുണ്ടോ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ്, ചേച്ചിയും ചേട്ടനും വലിയ നിലയിലെത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കുടുംബം സന്തോഷമായിട്ടിരുന്നാ ഞാനും സന്തോഷമായിട്ടിരിക്കില്ലേ? അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്.
നമ്മുടെ കയ്യിൽ കാശില്ലാത്തപ്പോ താൻ ജോലിക്ക് പോയി. എത്രയോ ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും താൻ ചുമന്ന് വളരെ ആക്റ്റീവായിട്ടിരുന്നു. ഇപ്പൊ വെറും ഹൗസ് വൈഫായിട്ട് ഇരിക്കുമ്പോ തനിക്ക് ബോറടിക്കുന്നില്ലേ? അന്ന് ജോലിക്ക് പോകേണ്ട സാഹചര്യമായിരുന്നു. ഇപ്പൊ ഫാമിലിക്ക് വേണ്ടി വീട്ടു ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോഴും ഇപ്പോഴും എന്റെ ഉത്തരവാദിത്തങ്ങൾ വേറെ ആയിരിക്കാം. പക്ഷെ അന്നായാലും ഇന്നായാലും നമ്മുടെ കുടുംബമാണ് എനിക്ക് പ്രധാനം. ഇപ്പോഴാ ഭാസ്കരേട്ടൻ നല്ല ഇവന്റ്സ് ഒക്കെ ചെയ്ത് നല്ല പേര് വാങ്ങി തുടങ്ങിയത്. ഭാവനേച്ചിക്ക് നല്ല സന്തോഷമുണ്ട്. അതുപോലെ അഖിലിന് നല്ലൊരു സക്സസ് കിട്ടിയ അവനും സന്തോഷമായിട്ടിരിക്കും. പിന്നെ അവന്റെ കോൺഫിഡൻസ് കൂടും. പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കും. അവന്റെ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തും. ഉണ്ണി, അനു, കീർത്തി 3 പേര് നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോ ഏട്ടനും ഹാപ്പിയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? അപ്പോ ആദ്യം തനിക്ക് വേണം ദൃഷ്ടിപ്പൊട്ട് വയ്ക്കാൻ. എനിക്കെന്തിനായിട്ടാ? കാരണം എന്താന്ന് വെച്ചാൽ താൻ ഇത്രയും സന്തോഷവതിയായിട്ടിരിക്കുന്നില്ലേ? ഇല്ല ഏട്ടാ. കാർത്തികയുടെ കാര്യത്തില് എനിക്ക് സന്തോഷമില്ല. അവളെ കൊണ്ട് ആ ജോലി റിസൈൻ ചെയ്യിപ്പിക്കണം. അഖിലും ഒത്ത് അവൾ സന്തോഷമായിട്ട് ജീവിക്കുകയും വേണം. അഖിലും കാർത്തികയും ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോഴേ എനിക്ക് സന്തോഷം ഉണ്ടാവുക. കാർത്തികയ്ക്ക് മാറ്റം ഉണ്ടാവുമെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ? എന്താ ഏട്ടന് വിശ്വാസമില്ലേ? ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്നാ തോന്നുന്നത്. കഷ്ടപ്പെടണോ ഏട്ടാ? അഖിലും കാർത്തികയും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടാലും സാരമില്ല. അഖിൽ അവന്റെ കൈഞ്ഞരമ്പ് മുറിച്ചപ്പോ ഞാൻ എന്തുമാത്രം പേടിച്ചെന്നറിയോ? ഇനി ഒരു തവണ കൂടി അങ്ങനൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാർത്തികയുടെ മനസ്സിലുള്ള ദേഷ്യവും വാശിയും ഒക്കെ മാറണം. അഖിലുമായിട്ട് അവൾ ഒന്നിക്കണം. അഖിൽ എഴുന്നേറ്റ് നടക്കണം. ഇനി അങ്ങോട്ട് എന്റെ ലക്ഷ്യം അതാണ് ഏട്ടാ. തൻ്റെ ലക്ഷ്യം വളരെ വലുതാണ്. അതുകൊണ്ട് തീർച്ചയായും തൻ്റെ ആഗ്രഹം നടന്നിരിക്കും. സ്പോൺസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം അഖിലിനെ ഒരു തവണ നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാം. കണ്ടില്ലേ? ഓൾ ദി ബെസ്റ്റ് അഖിൽ. താങ്ക് യു എടുത്തി. ഓൾ ദി ബെസ്റ്റ് അഖിൽ. ഓൾ ദി താങ്ക് യു എടുത്തി. ഓൾ ദി ബെസ്റ്റ് ചെറിയച്ചാ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക്സ് അബേട്ടാ. ഇന്ന് നിന്റെ എല്ലാ കഷ്ടപ്പാടിനും തക്കതായ അംഗീകാരവും അനുമോദനവും നിനക്ക് കിട്ടാൻ പോവുകയാണെങ്കിൽ എനിക്ക് ഒരടയാളവും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഏട്ടാ. ഞാൻ വരച്ച ഈ ഡിസൈൻസ് സ്പോൺസേഴ്സിന് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. സ്പോൺസേഴ്സിന് നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് നിനക്ക് കിട്ടുന്ന അംഗീകാരം. നിന്റെ ഡിസൈൻസും വളരെ നന്നായിട്ടുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. സ്പോൺസേഴ്സിനും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. സ്പോൺസേഴ്സിന് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ വൈകുന്നേരം നമുക്ക് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. എന്താ ആന്റി ഓവറായിട്ട് ബഹളം വെക്കുന്നേ? എല്ലാവരും കൂടി ചേർന്ന് അഖിലിനെ ആകാശത്തോളം പൊക്കുകയാണല്ലോ. അവൻ വരച്ച ഡിസൈൻസ് നന്നായിട്ടുണ്ട്. എന്നെക്കാളും സൂപ്പറായിട്ടൊന്നും വരച്ചിട്ടില്ല. ആരെ നന്നായിട്ട് വരച്ചിട്ടുണ്ടെന്ന് സ്പോൺസേഴ്സ് മീറ്റിംഗിൽ അറിയാൻ പറ്റും.
അഖില് ജയിക്കുകയാണെങ്കിൽ ആദിത്യന്റെ മുന്നിൽ നിന്റെ മാനം പോകും. അതോടെ ഈ വീട്ടിൽ നിന്റെ ഗതി അതോ ഗതി. ഇപ്പൊ തന്നെ ഇവര് നിനക്ക് ഒരു വിലയും തരുന്നില്ല. ഇനി അതിലും മോശമായിരിക്കും.